أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1278 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. صدق الله العلي العظيم. സൂറത്തുൻ നംലിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാം സബയിലെ രാജ്ഞി ബൽഖീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളുടെ വിവരണമാണ് സൂറത്തുൻ നംലിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കും സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി നീതിയുക്തമായ ഭരണം നിർവഹിക്കുന്ന ഒരു ചക്രവർത്തി എന്നുള്ള നിലക്കും സുലൈമാൻ അലൈഹിസ്സലാം സമീപ രാജ്യമായ സബയിലെ ചക്രവർത്തിനി ബൽഖീസിന് ഒരു സന്ദേശം കൊടുത്തയച്ച സംഭവങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സന്ദേശത്തിനോട് പ്രതികരണമായിക്കൊണ്ട് തന്റെ കൂടിയാലോചനാ സമിതിയിലെ അംഗങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ബൽഖീസ് രാജ്ഞി സുലൈമാൻ അലൈഹിസ്സലാമിന് വലിയ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ കൊടുത്തയക്കുകയാണ്. എങ്ങനെയാണ് ദൂതന്മാരോട് സുലൈമാൻ അലൈഹിസ്സലാം പ്രതികരിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തിന്റെ
അദ്ദേഹം ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഒന്ന് വിലയിരുത്തുന്നതിനൊക്കെ വേണ്ടിയാണ് ബൽഖീസ് രാജ്ഞി അങ്ങനെ ചെയ്തിട്ടുള്ളത്. ദൂതന്മാരോട് സുലൈമാൻ അലൈഹിസ്സലാം ഏത് വിധത്തിലാണ് ഇടപഴകുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം എന്തൊക്കെയാണ്, അതുപോലെ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തയക്കുക വഴി അദ്ദേഹം ലക്ഷ്യമിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ അറിയുക എന്നതാണ് സബയിലെ രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് പ്രേരണയായിട്ടുള്ളത്. ഇവർ പറഞ്ഞത് ഇന്നി മുർസിലത്തുൻ ഇലൈഹിം ബിഹദിയ്യത്തിൻ, ഞാൻ അവർക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തയക്കുകയാണ്. ഫനാദിറത്തുൻ ബിമ യർജിഉൽ മുർസലൂൻ, എന്നിട്ട് ദൂതന്മാര്, ഞാൻ പറഞ്ഞയച്ച ദൂതന്മാര് എന്താണ് തിരികെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തിരികെ എത്തുന്നത്, അവർക്ക് എന്ത് ആണ് കാണാനും അറിയാനും ഒക്കെ അവിടെ സാധിക്കുന്നത് എന്നത് ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ, നിരീക്ഷിച്ചു നോക്കട്ടെ എന്നാണ് സബഅ് രാജ്ഞി തന്റെ മലകിനോട്, ആ പ്രഭുക്കന്മാരും പ്രമാണിമാരും നാട്ടുമൂപ്പന്മാരും ഒക്കെ അടങ്ങിയിട്ടുള്ള കൂടിയാലോചനാ സമിതിയോട് പറയുന്നു. അപ്പോ സുലൈമാൻ അലൈഹിസ്ലാമിന്റെ അടുക്കൽ ഈ സമ്മാനങ്ങളുമായിട്ട് ബൽഖീസ് രാജ്ഞിയുടെ പ്രതിനിധികൾ വന്നപ്പോ സുലൈമാൻ അലൈഹിസ്ലാമിന് അതൊരു വല്ലാത്ത തമാശയായിട്ടാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾ എനിക്ക് ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ തന്ന് എന്നെ കയ്യിലെടുക്കാൻ വേണ്ടി നോക്കുകയാണോ? ഇതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ടത് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സമ്മാനങ്ങളൊക്കെ തന്നു എന്ന ഒരു ആഹ്ലാദത്തിലായിരിക്കും, പക്ഷെ ഞാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ ഒരു കാര്യമേ അല്ല. ഈ സമ്മാനങ്ങളൊന്നും എന്നെ സന്തോഷിപ്പിക്കാനും പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ അങ്ങനെ കൊടുത്തയച്ചു എന്ന സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും എന്നതല്ലാതെ എന്ന നിലക്കാണ് സുലൈമാൻ അലൈഹിസ്ലാം അവരോട് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തിരികെ പോയിട്ട് കാര്യങ്ങളൊക്കെ അവരോട് പറയുക, ഞാൻ എൻ്റെ സൈന്യവുമായിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ്. ആ സൈന്യത്തെ പ്രതിരോധിക്കാൻ ഒരു നിലക്കും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ ആ നാട്ടിൽ നിന്ന് അവരെയൊക്കെ അങ്ങ് പുറത്താക്കും. അവര് നിന്ദ്യത അനുഭവിക്കുന്നവരായിട്ട്, എളിമ കാണിക്കേണ്ടവരായി, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുന്നവരായി കൊണ്ട് പുറത്തു പോകേണ്ടി വരും. ഞാൻ അവരെ അവിടുന്ന് പുറത്താക്കാൻ പോവുകയാണ് എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം പറയുകയുണ്ടായത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോ നമ്മൾ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കുകയുണ്ടായി. സാമ്രാജ്യത്വ മോഹികളുടെയും അതുപോലെ കോളനി വാഴ്ചക്കാരുടെയും ഒന്നും പോലെ ഭൗതിക വിഭവങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടോ ആ നാട്ടിലെ ആളുകളെ അടിമകളാക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ഈ ദൗത്യ നിർവഹണം. മറിച്ച് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ദൈവിക മാർഗദർശനം ഉൾക്കൊള്ളാൻ സാഹചര്യം ഒരുങ്ങണം. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും ശരിയായ മാർഗം സ്വീകരിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ആ നാട്ടിന്റെ അധിപന്മാര് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ പെരുമാറുകയോ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ അതൊരിക്കലും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു അധികാരമാറ്റം വളരെ അനിവാര്യമാണ്. അവിടെ അധികാരത്തിൽ ഇരിക്കുന്നവരെ അവിടുന്ന് നീക്കം ചെയ്തേ പറ്റൂ. ഇതാണ് സുലൈമാൻ അലൈഹിസ്സലാം ആ ദൂതന്മാരോട്, പ്രതിനിധികളോട് പറയുകയുണ്ടായത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വലിയൊരു പടുകൂറ്റൻ സൈന്യവുമായിട്ട് പുറപ്പെടാനിരിക്കുകയാണ്, ആ കാര്യം പോയിട്ട് അവരെ അറിയിച്ചോളൂ എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞതിന്റെ ചുരുക്കം. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളുടെ സാരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്ക്. അപ്പോ ദൂതന്മാർ അവിടുന്ന് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ നിന്ന് പിരിഞ്ഞുപോയി. അവര് ആ കാര്യം വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സബയിലെ രാജ്ഞിയെ അക്കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടി ഏതായാലും
ഫലസ്തീൻ അല്ലെങ്കിൽ ജെറുസലേം പ്രദേശത്തുനിന്ന് പോയി അതിനെ തുടർന്ന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി കാണുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വ്യതിരക്തതയുള്ള ഒരു ശൈലി എന്നുള്ള നിലക്ക് ചരിത്രത്തിന്റെ വിശദാംശങ്ങളൊന്നും പകർന്നു തരിക എന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. മനുഷ്യന്റെ ഭാവനയിൽ ചേർത്തു വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും കഥാകഥനത്തിന്റെ ഭാഗമായിട്ട് ഖുർആനിൽ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ അപൂർവമായിട്ടേ കഴിയുള്ളൂ. അത്തരം കാര്യങ്ങള് കൂടുതലായിട്ടും അവരുടെ ഭാവനക്കും ഗവേഷണത്തിനും ഒക്കെ ആയിട്ട് വിട്ടുകൊടുത്തതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ചിലതൊക്കെ ചേർത്ത് പൂരിപ്പിച്ച് വായിച്ചുകൊണ്ടാണ് കഥ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഈ ദൂതന്മാര് തിരികെ പോയതിനെ തുടർന്നുണ്ടായ ഓരോ സംഗതിയും വിശദമായിട്ട് ഇവിടെ പറയുകയല്ല. അതിലേറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഈ വിവരണം നടക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. നോക്ക്, ഖാല യാ അയ്യുഹൽ മലഉ, അദ്ദേഹം സുലൈമാൻ അലൈഹിസ്സലാം അതിനെ തുടർന്ന് തന്റെ പ്രജാപ്രതിനിധികളുടെ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. തന്റെ രാജസദസ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ സദസ്, പ്രതിനിധികളുടെ ഓരോ പ്രദേശത്തിന്റെയൊക്കെയുള്ള പ്രതിനിധികൾ, അദ്ദേഹത്തിന്റെ കൂടിയാലോചനാ സമിതിയിലുള്ള ആ ഒരു സമിതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, യാ അയ്യുഹൽ മല, പ്രമാണിമാരെ, പ്രമുഖന്മാരെ അല്ലെങ്കിൽ പൗരമുഖ്യന്മാരെ എന്നൊക്കെ പറയാതെ, അയ്യുക്കും യഅ്തീനി ബി അർശിഹ, ആർക്കാണ് അവരുടെ സിംഹാസനം എന്റെ അടുക്കലേക്ക് കൊണ്ടുതരാൻ സാധിക്കുക? നിങ്ങളിൽ ആർക്കാണ്, അയ്യുക്കും നിങ്ങളിൽ ആർക്കാണ് യഅ്തീനി സാധിക്കുക എനിക്ക് കൊണ്ടുതരാൻ ബി അർശിഹ ഈ സബ രാജ്ഞിയുടെ സിംഹാസനം, അവരുടെ അർശ്. അപ്പോ മലിക്കത്ത് സബന്റെ അർശ് എന്റെ അടുക്കലേക്ക് കൊണ്ടുതരാൻ ആർക്ക് സാധിക്കും? ഖബ്ലഅൻ മുസ്ലിമീൻ, സമർപ്പിതരായിക്കൊണ്ട് അവര് എന്റെ അടുക്കൽ എത്തുന്നതിന്റെ മുമ്പായിട്ട്. ബൽഖീസ് രാജ്ഞിയുടെ നിലപാട്, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം കിട്ടിയതിനെ തുടർന്ന് എന്തായിരുന്നു എന്നതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം അതിന്റെ വിശദാംശങ്ങളോടുകൂടി തന്നെ ബൽഖീസ് രാജ്ഞി വേണ്ട വിധം ഉൾക്കൊണ്ടു എന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം സത്യമാണ് എന്നത് അവർക്ക് ബോധ്യപ്പെട്ടു എന്നും സാമ്രാജ്യത്വ മോഹികളായ ഭരണാധികാരികളെ പോലെ എന്തെങ്കിലും ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പടയോട്ടമല്ല സുലൈമാൻ നടത്തുന്നത് എന്ന കാര്യവും ബൽഖീസ് രാജ്ഞിക്ക് ബോധ്യപ്പെട്ടു എന്ന ഒരു സംഗതി നമുക്ക് സംഭവിച്ചു എന്ന വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതിനെ തുടർന്നാണ് ഈ കാര്യം ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാം തന്റെ സഭയിൽ ഉന്നയിക്കുന്നത്. അവര് കീഴ്പ്പെട്ടവരായിക്കൊണ്ട്, പടച്ച തമ്പുരാന് വിധേയപ്പെട്ടുകൊണ്ട്, മുസ്ലിങ്ങളായിക്കൊണ്ട് എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ വരുന്നതിന് മുമ്പായിട്ട്, അവരിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അവരുടെ സിംഹാസനം എന്റെ അടുക്കൽ കൊണ്ടുതരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് സാധിക്കും? ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. നേരത്തെ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട പോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ജിന്നുകളിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട സേനാനികൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ സൈന്യം അള്ളാഹു ഒരുക്കി കൊടുത്തിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോ അതിലെ പ്രമുഖന്മാരെ, അതിലെ പ്രതിനിധികളൊക്കെ ഉൾപ്പെടുന്ന ഒരു സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ഇവിടെ ചോദിക്കുന്നത്, യാ അയ്യുഹൽ മല, പ്രമാണിമാരെ, പ്രമുഖന്മാരെ, അയ്യുഹും യഅ്തീനി, അയ്യുക്കും യഅ്തീനി, നിങ്ങളിൽപ്പെട്ട ആരാണ് എനിക്ക് കൊണ്ടുതരിക? ബി അർശിഹ, അവരുടെ സിംഹാസനം. ബൽഖീസ് രാജ്ഞിയുടെ, അവളുടെ എന്നാണ് ഇതിന്റെ പ്രോനൗൺ ലമീർ ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോ ബൽഖീസ് രാജ്ഞിയുടെ ആ അർശ് എന്റെ അടുക്കൽ ആര് എത്തിച്ചു തരും നിങ്ങളുടെ കൂട്ടത്തില്? ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവരെന്റെ അടുക്കല് മുസ്ലിങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ പടച്ച തമ്പുരാന്, പ്രപഞ്ചനാഥന് വിധേയപ്പെട്ട്
കീഴടങ്ങിയവരായിക്കൊണ്ട് എന്റെ അടുക്കല് എത്തുന്നതിന് മുമ്പായിട്ട് അവരുടെ സിംഹാസനം ഇവിടെ എത്തണം. അതാർക്കാണ് നിങ്ങളുടെ കൂട്ടത്തിൽ സാധിക്കുക എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം തന്റെ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്. ഏകദേശം 1500ഓളം മൈലുകൾ അകലെയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സാമ്രാജ്യ തലസ്ഥാനത്ത് നിന്ന് സബ രാഷ്ട്രത്തിന്റെ തലസ്ഥാനത്തിലേക്കുള്ള വഴിദൂരം. അത്രയും ദൂരം 1500ഓളം മൈലുകൾ യാത്ര ചെയ്ത് സംഗതി ഇവിടെ എത്തിക്കണമെങ്കിൽ ആ കാലഘട്ടത്തില് ചെറിയ പ്രയത്നം മതിയാവുകയില്ല. അന്നത്തെ വേഗത ഊഹിക്കാവുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ കുതിരകളോ ഒട്ടകങ്ങളോ പോലെയുള്ള മൃഗങ്ങളെ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് എങ്ങനെയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഈ നിർദ്ദേശം ആർക്കെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കുക എന്നത് ആലോചിക്കാവുന്നതാണ്. മനസ്സിലാക്കാൻ പറ്റുന്നത് ബൽഖീസ് രാജ്ഞി തന്റെ സേവകരോടൊക്കെ ഒന്നിച്ച് വലിയൊരു സംഘം തന്നെയായിട്ട് സബയിൽ നിന്ന് പുറപ്പെടുകയും സുലൈമാൻ അലൈഹിസ്സലാമിന്റെ തലസ്ഥാനത്തോ അതിനടുത്ത സ്ഥലത്തോ ഒക്കെ എത്തിയതിനെ തുടർന്ന് ഒരു സന്ദേശവാഹകനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ഒരു സന്ദേശവുമായിട്ട്. താങ്കൾ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അത് ഹക്കാണ്, സത്യമാണ് എന്നത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താങ്കളുമായി ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടി വരികയാണ്. 1-2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സമയം സൂചിപ്പിച്ചുകൊണ്ട് ആ സമയത്തിനകം ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരും എന്ന വിധത്തിൽ ഒരു സന്ദേശം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അവർ കൊടുത്തയച്ചിട്ടുണ്ടാവണം. എന്തായാലും സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബൽഖീസ് രാജ്ഞിയും പരിവാരങ്ങളും വരുന്നു എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇവിടെ പറയാതെ എന്നാൽ സൂചനകളിലൂടെ നമുക്ക് പകർന്നു തരുന്ന ഒരു കാര്യം. അപ്പോ തന്റെ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ഘട്ടത്തിൽ സുലൈമാൻ അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്, ബൽഖീസ് രാജ്ഞി ഇവിടെ എത്താറായി, അവരുടെ പരിവാരങ്ങളുമായിട്ട് ഇവിടെ എത്തും. അതിന്റെ മുമ്പായിട്ട് നിങ്ങളിൽ ആർക്കാണ് സബയിലെ സെനായിലോ അവരുടെ തലസ്ഥാന നഗരിയിൽ അവരുടെ കൊട്ടാരത്തിലുള്ള അവരുടെ സിംഹാസനം എന്റെ അടുക്കലേക്ക് കൊണ്ടുതരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് സാധിക്കുക എന്നതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം സഭയിലെ ആ പ്രമുഖരോട് ചോദിക്കുന്നത്. ആർക്ക് സാധിക്കുമെന്ന്. എന്തിനു വേണ്ടിയാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? 1500 മൈലുകൾക്ക് അപ്പുറം, 2000-ലേറെ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള സബഇന്റെ തലസ്ഥാന നഗരിയിലെ കൊട്ടാരത്തിൽ നിന്ന് ആ സിംഹാസനം എങ്ങനെ കൈവശപ്പെടുത്താം? അവിടെയൊക്കെ അതിന് കാവൽക്കാരും പാറാവുകാരും സെക്യൂരിറ്റി സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനെയൊക്കെ കണ്ണുവെട്ടിച്ച് അതൊക്കെ അവരറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ അത് അവിടുന്ന് എടുത്ത് ഇവിടെ എത്തിക്കുക, അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അത് സാധാരണഗതിയിൽ വളരെയേറെ വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹ്യൂമൻ ഇമാജിനേഷൻ വെച്ചുകൊണ്ട് വേഗതയെക്കുറിച്ചും ദൂരത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മളുടെ ധാരണകൾ വെച്ചുകൊണ്ട് അത് പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ബൽഖീസ് രാജ്ഞി ഇങ്ങ് എത്തുന്നതിന്റെ മുമ്പായിട്ട് അതിവിടെ എത്തിക്കുക എന്നുള്ളത്, ഇതാണ് ടാസ്ക്. എന്തായാലും ബൽഖീസ് രാജ്ഞി ഇവിടെ വരുമ്പോ അവർക്ക് ഒരു സർപ്രൈസ് ആവണം എന്നുള്ള നിലക്ക് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിശിഷ്ടമായ കഴിവുകളുടെയും സിദ്ധികളുടെയും കാര്യങ്ങൾ ബൽഖീസ് രാജ്ഞിക്ക് വലിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് രൂപപ്പെട്ടു വന്നിട്ടുള്ള വിശ്വാസം ദൃഢപ്പെടുത്താൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള അത്തരം അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവാൻ അത് സഹായിക്കും എന്നതായിരിക്കണം ഒരുപക്ഷെ അതിന്റെ ന്യായം. എന്തായാലും അങ്ങനെ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അത് നിങ്ങളിൽ ആർക്ക് സാധിക്കും? അവരിവിടെ എത്തുന്നതിന് മുമ്പ് അത് എന്റെ മുന്നിൽ എത്തിക്കണം എന്നതാണ് കാര്യം. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാം തന്റെ സഭയിലാണ് ഇത് പറയുന്നത്. യാ അയ്യുഹൽ മലഉ എന്ന് പറഞ്ഞുകൊണ്ടാണ്, പ്രമാണിമാരെ,
പൗരമുഖ്യന്മാരെ, പ്രമുഖന്മാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ കൂട്ടത്തില് ഒരാള് പ്രതികരിക്കുകയാണ്, ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഒരു അധികായൻ പറഞ്ഞു. ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് മാൻ അല്ലെങ്കിൽ സ്ട്രോങ് പേഴ്സൺ എന്നാണ്. ഒരു സൂപ്പർമാൻ എന്ന് വേണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആശയം ഉണ്ടല്ലോ. നമ്മുടെ ഒരു സാധാരണ മനുഷ്യന്റെയോ അല്ലെങ്കിൽ സാധാരണ ഒരു സൃഷ്ടിയുടെയോ കഴിവിനപ്പുറത്തേക്കുള്ള വലിയ ശാരീരിക ശേഷിയും ബലവും വേഗതയും ശക്തിയും ഒക്കെ കാണിക്കുന്ന ഒരാളെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇഫ്രീത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അതാണ്. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് പറഞ്ഞു. ഒരു ഇഫ്രീത്ത് എന്നാണ്. അപ്പോ ഇതുപോലെയുള്ള പലരും ഉണ്ടാകാം. ഈ വിധത്തില് സൂപ്പർമാൻ ആയിട്ട് റോള് പ്ലേ ചെയ്യുന്ന വേറെയും അംഗങ്ങള് ജിന്ന് വർഗത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തില് ഉണ്ടാകാം. മനുഷ്യരുടെ കൂട്ടത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു അധികായനായ അതിശക്തനായ ഒരു അംഗം, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു അംഗം പറഞ്ഞു, അനാതീകബി, ഞാനത് താങ്കൾക്ക് കൊണ്ടുതരാം. ഖബ്ലാൻ തഖൂമ മിൻ മഖാമിക്, താങ്കള് ഇപ്പോ ഇരിപ്പുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിൽപ്പുറപ്പിച്ചിട്ടുള്ള ആ ഇടത്തിൽ നിന്ന് താങ്കൾ ഒന്ന് എണീക്കുന്നതിന്റെ മുമ്പായിട്ട്. അപ്പോ നമുക്ക് എന്താണ് ഈ പറഞ്ഞതിന്റെ സൂചന എന്ന് ആ സഭയുടെ പശ്ചാത്തലം വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, അതൊരു ഒത്തുകൂടലാണല്ലോ. സുലൈമാൻ അലൈഹി ഇസ്ലാം തന്റെ മലകിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു വേദിയാണ്. ഒരു പക്ഷെ 3-4 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കൂടിയാലോചന യോഗമായിരിക്കണം അത്. കൂടിയാൽ അത്രയൊക്കെയല്ലേ ലോങ് ഡ്യൂറേഷൻ ഒരു ബ്രേക്കിന് മുമ്പ് കിട്ടുള്ളൂ. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാം തന്റെ സിംഹാസനത്തില് മഖാമില് ഉപവിഷ്ടനായിക്കൊണ്ട് തന്റെ സഭയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇഫ്രീത്ത് പറയുന്നത്, താങ്കളുടെ ആ മഖാമെന്ന് എണീക്കുന്നതിന്റെ മുമ്പായിട്ട് ഞാനത് താങ്കളുടെ മുന്നിൽ എത്തിച്ചു തരാം എന്നാണ്. ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞത് അതാണ്. അനാതീക ബിഹി, ഞാനത് താങ്കൾക്ക് കൊണ്ടുതരാം. ഖബ്ലാൻ തഖൂമ മിൻ മഖാമിക, താങ്കളുടെ മഖാമിൽ നിന്ന്. മഖാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. അതിനെ സ്റ്റേഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. മഖാമു ഇബ്രാഹിം കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കഅബയുടെ പരിസരത്തായിട്ടുള്ള മഖാമു ഇബ്രാഹിം. കഅബയുടെ നിർമ്മാണത്തിനായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു ഉയർന്ന പീഠം പോലെയുള്ള ഒരു ഇടം, അതാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, പ്രയോജനപ്പെടുത്തിയിരുന്ന സ്ഥലം ഒരുപക്ഷെ പിന്നീട് അള്ളാഹുവിന് ആരാധന അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച ഇടവും ആകാം. എന്തായാലും ആ സ്ഥലം മഖാം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോ മഖാമിൽ നിന്ന്, താങ്കളുടെ സ്റ്റേഷനിൽ നിന്ന്, താങ്കളിപ്പോ അവിടെ ഒരു സ്റ്റേഷനറി പൊസിഷനിലാണ് എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട് അങ്ങനെ നിൽക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഇരിക്കുകയാണ്, രണ്ടും ആകാതെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ചലിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുകയോ ഒന്നുമല്ല, സഞ്ചരിക്കുകയല്ല, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഒരിടത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാണ്, സ്റ്റേഷനറി കണ്ടീഷനിലാണ്. അപ്പൊ അങ്ങനെയുള്ള താങ്കളുടെ സ്റ്റേഷനിൽ നിന്ന് താങ്കൾ എണീക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് ഇവിടെ എത്തിച്ചു തരാം എന്നാണ് ജിന്നുകളിൽപ്പെട്ട ഒരു അധികായൻ പറയുന്നത്. അപ്പോ ഇന്നി അലൈഹി ലഖവിയ്യും, അതെനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് അതിനുള്ള കരുത്തുണ്ട്. അതുപോലെ അമീൻ, ഞാനത് വിശ്വസ്തയോടുകൂടി നിർവഹിക്കും. എന്ന് പറഞ്ഞാൽ ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് വഴിയിൽ എവിടെയും ഞാൻ വിറ്റ് കാശാക്കിയിട്ട് എന്റെ ആവശ്യത്തിനൊന്നും ഉപയോഗപ്പെടുത്തൂല. ഞാൻ വിശ്വസ്തനാണ്. എനിക്ക് സത്യസന്ധതയോടെയും വിശ്വസ്തയോടെയും അത് താങ്കളുടെ മുന്നിൽ എത്തിക്കാനുള്ള വിശ്വസ്തതയും ഉണ്ട്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ അവിടെ പോയിട്ട് അത് അവിടുന്ന് സംഘടിപ്പിക്കുകയും അത് ഇത്രയും വഴിദൂരം പിന്നിട്ടുകൊണ്ട് താങ്കളുടെ അടുക്കലേക്ക് സത്യസന്ധമായിട്ട് എത്തിച്ചു തരികയും ചെയ്യും. അതിന് ഖവിയുമാണ് അമീനുമാണ്. ഖവി എന്ന് പറഞ്ഞാൽ കരുത്തുള്ളവൻ എന്നാണ്. അമീൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വേർത്തിനെസ് ആണ്, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പോ എനിക്ക് അതിന് കഴിയും, അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുകയും ചെയ്യാം. ഇതാണ് ഇഫ്രീത്ത് പറയുന്നത്. അപ്പോ അത് കേട്ട് മറ്റൊരാള് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ്. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്,
വേദജ്ഞാനമുള്ള ഒരാള്, കിതാബൊക്കെ നന്നായിട്ട് ഓതി പഠിച്ചിട്ടുള്ള ഒരാള് പറഞ്ഞു. ഇൽമും മിനൽ കിതാബുള്ള ഒരാളാണ് രണ്ടാമത് പറയുന്നത്. ആദ്യം ജിന്നുകളിൽപ്പെട്ട ഒരു അധികായൻ, ഒരു അസാധാരണമായ കരുത്തും ശക്തിയും ഒക്കെ ഉള്ള ഒരു ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഒരാളാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് ഇൽമും മിനൽ കിതാബുള്ള ഒരാളാണ്. വേദത്തില് അല്ലെങ്കിൽ കിതാബൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള, അതിന്റെ ജ്ഞാനം നേടിയിട്ടുള്ള, വേദജ്ഞാനം നേടിയിട്ടുള്ള ഒരാൾ പറഞ്ഞു, അന ആതീക ബിഹി, ഞാനത് താങ്കൾക്ക് കൊണ്ടുതരും, ഞാനത് താങ്കൾക്ക് കൊണ്ടുതരും. ഇവിടെ വേദജ്ഞാനമുള്ള ഒരാള് എന്ന് പറയുമ്പോ ഏത് വേദമാണ് എന്നതിവിടെ സൂചനയില്ല. വിശുദ്ധ ഖുർആൻ അല്ല, അല്ലെങ്കിൽ വേറെ പൂർവിക വേദങ്ങളാണോ എന്നതൊന്നും ഇവിടെ വ്യക്താക്കപ്പെട്ടിട്ടില്ല. ചിലരൊക്കെ ലൗഹുൽ മഹ്ഫൂളാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൗറാത്താണ്, ഇഞ്ചീലാണ്. ഇഞ്ചീൽ എന്ന് അവതരിച്ചിട്ടില്ല, തൗറാത്താണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനെ പലരും, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ഇതൊന്നും ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസുകളിലോ പിൻബലമുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല, അത് അവരുടെ അനുമാനങ്ങൾ മാത്രമാണ്. ദൈവികമായ വേദഗ്രന്ഥങ്ങളിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരാൾ എന്നാണ് ഇവിടെ പറയുന്നത്. ആരാണ് ഈ ആൾ എന്നത് ഖുർആൻ വ്യക്താക്കുന്നില്ല. പലരും പല അനുമാനങ്ങളും നടത്തുന്നുണ്ട്. ചിലരത് ഒരു മലക്കാവാനിടയുണ്ട്, ജിബ്രീൽ ആവാനിടയുണ്ട്, ഖിളർ അലൈഹിസ്ലാം ആവാൻ ഇടയുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ നടത്തിയ ആ ഒരു വ്യക്തി ഖുർആൻ പരാമർശിക്കുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. അദ്ദേഹത്തിന്റെ അവിടുത്തെ ദൗത്യം ജ്ഞാനപരമായതായിരുന്നു. അതുകൊണ്ട് ആളുകൾ ഖിളർ അലൈഹി ഇസ്ലാം ആവാനാണ് സാധ്യത എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. വേറെ ചിലര് സുലൈമാൻ അലൈഹി ഇസ്ലാം തന്നെയാണ് ഈ വേദത്തിൽ ജ്ഞാനമുള്ള ആള്, വേദജ്ഞാനം നൽകപ്പെട്ട ആള് എന്ന നിലക്കും അതിനെ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും അടിസ്ഥാന പ്രമാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിൻബലമോ ഒന്നുമുള്ള വിധത്തിലുള്ള നിരീക്ഷണങ്ങളല്ല, കേവല അനുമാനങ്ങളാണ്. അള്ളാഹു അത് അവ്യക്തമാക്കി വിട്ടിരിക്കുകയാണ്. അത് ആവശ്യമുള്ളവർക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിച്ചു നോക്കാം എന്നേ ഉള്ളൂ. അപ്പൊ അള്ളാഹു അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഹദീസുകളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കിയതായിട്ടും കാണാൻ സാധിക്കില്ല. അപ്പൊ ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദഗ്രന്ഥത്തില് അഗാധ ജ്ഞാനമുള്ള ഒരാള് ആ ഘട്ടത്തിൽ പറഞ്ഞു, അന ആതീക ബിഹി, ഞാൻ അത് താങ്കൾക്ക് കൊണ്ടുതരാം. ഏത് വിധത്തിലാണ്? ഖബ്ല അൻ യർതദ്ദ ഇലൈക ത്വർഫുക, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരികെ എത്തുന്നതിന് മുമ്പായിട്ട്. ഇപ്പൊ താങ്കൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ, അതിന് ഗ്ലാൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ, നോട്ടം. മനുഷ്യന്റെ കണ്ണുകള് നോട്ടങ്ങൾക്കിടയിൽ അങ്ങനെ അടഞ്ഞു പോകും. അടഞ്ഞു തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് മനുഷ്യന്റെ കണ്ണുകൾ പ്രവർത്തിക്കുന്നത്. കണ്ണിമ വെട്ടുക എന്ന് മലയാളത്തിൽ പറയും. തുടരെ കണ്ണ് തുറന്നു പിടിക്കാൻ മനുഷ്യന് കഴിയില്ല. അത് കണ്ണുകൾ നശിച്ചു പോകാൻ കാരണമാവും. കണ്ണുകൾ എപ്പോഴും മോയിസ്റ്റ് ആക്കി നിലനിർത്തണം. കണ്ണുകൾക്ക് ഈർപ്പം വേണം. ഈർപ്പം കിട്ടണമെങ്കിൽ കണ്ണില് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഈർപ്പമുണ്ട്. അത് കണ്ണുകളുടെ അടപ്പ് കൊണ്ട് മൂടി തുറക്കുമ്പോഴാണ് കണ്ണുകൾ മോയിസ്റ്റായി മാറുക. അതുപോലെ കണ്ണുകളുടെ കാഴ്ചശേഷി നിലനിൽക്കുക. അത് ഡ്രൈ ആയി മാറിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ട ഒരു ജീവനറ്റുപോയ ഒരാളുടെ കണ്ണ് പോലെ ആവാതിരിക്കുന്നത് ഇങ്ങനെ കണ്ണ് ഈ ഇടക്കിടക്ക് ഇങ്ങനെ വൈപ്പർ ഇട്ടിട്ട് നനച്ച് തുടച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ഗംഭീരമായ ഒരു വൈപ്പർ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ണുകളുടെ മുകളിലായിട്ട്. ഐലിഡ്സ് എന്ന് പറയുന്നത് കണ്ണിന്റെ ആ അടപ്പ്. അപ്പോ താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരികെ എത്തുന്നതിന് മുമ്പായിട്ട് എന്നാണ് ഇവിടെ ഒരാൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ താങ്കൾ ഇമ വെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട്. ഇപ്പൊ തുറന്നു പിടിച്ച കണ്ണാണെങ്കിൽ ആ കണ്ണുകളുടെ കണ്ണിമ അടച്ച് ഒന്ന് തുറക്കുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, അത് നടക്കുന്നതിന് മുമ്പായിട്ട്. അതുമില്ല, അതിന്റെ പകുതിയേ വരുള്ളൂ. തുറക്കുന്ന കാര്യം ഇവിടെ പറയുന്നില്ല. ഖബ്ലായി എർത്തദ്ദയിലേക്ക തുറഫുക, കണ്ണിന്റെ അടപ്പ് താങ്കളിലേക്ക് തിരികെ എത്തുന്നതിന് മുമ്പായിട്ട്. ഇപ്പൊ തുറന്നു പിടിച്ച കണ്ണാണെങ്കിൽ ആ കണ്ണ് അടയുന്ന വിധത്തില് കണ്ണിന്റെ ഇമ വെട്ടുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നീങ്ങുമ്പോഴേക്ക് തന്നെ ഞാനിവിടെ സാധനം എത്തിച്ചു തരാം
എന്നാണ് വേദത്തില് അഗാധജ്ഞാനമുള്ള ഒരാള് ആ സഭയിൽ നിന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് എണീറ്റ് എന്ന് പറയുന്നത്. അപ്പോ അത്യത്ഭുതകരമായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ്രീത്തിന് സാധിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ എത്തിക്കാനാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, താങ്കൾ അവിടുന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കുന്നതിന്റെ മുമ്പായിട്ട്, ഈ സഭ പിരിയുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ ഇവിടെ എത്തിച്ചേരാം എന്നാണ് ഇഫ്രീത്ത് പറഞ്ഞത്. എന്നാൽ ഇവിടെ അതിനേക്കാളൊക്കെ ഏറ്റവും വേഗതയിൽ സാധനം ഇവിടെ എത്തിക്കുന്ന ഒരു ടെലിപോർട്ടിങ്ങിന്റെ ഏറ്റവും നൂതനമായ ഒരു സാധ്യതയാണ് ഇവിടെ പറയുന്നത്. ടെലിപോർട്ടിംഗ് എന്നുള്ളത് ഇപ്പോ ശാസ്ത്രലോകം വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ടെലിഫോണൊക്കെ ഉണ്ട്, അതുപോലെ ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് വിദൂര സ്ഥലങ്ങളിലേക്ക് അയക്കാൻ ഇന്ന് ഇമെയിൽ പോലെയുള്ള സംവിധാനം, വാട്സപ്പ് പോലെയുള്ള സംവിധാനം ഉണ്ട്. നമ്മുടെ ശബ്ദം ലോകത്തിന്റെ മറ്റേ അറ്റത്തേക്ക് എത്തിക്കാൻ നമുക്ക് ടെലിഫോൺ സംവിധാനം ഉണ്ട്. പക്ഷെ ഒരു സാധനം, ഒരു ഓബ്ജക്റ്റ്, ഒരു എല്ലാ ഡയമെൻഷനും ഉള്ള ഒരു ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിന് തൂക്കവും ഭാരവും വോള്യവും ഒക്കെയുള്ള ഒരു സാധനം നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തിക്കാൻ വേഗതയിൽ എങ്ങനെ സാധിക്കും എന്നതാണ് ഈ കാലഘട്ടത്തിലെ പഠന വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കാലത്ത് ഈ വ്യക്തി, വേദത്തിൽ അഗാധജ്ഞാനമുള്ള വ്യക്തി, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിട്ട് സാധനം ഇവിടെ എത്തിക്കുക എന്നാ പറയുന്നത്. 1500-ലേറെ മൈലുകൾ അപ്പുറത്തുനിന്ന്, 2000-ലേറെ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് സാധനം ഇവിടെ എത്തിച്ചു തരാം എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. കണ്ണ് തുറക്കുന്നതിന് മുമ്പായിട്ട്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിട്ട്. തുറക്കുന്നത് ഈ അർശ് കാണുന്ന വിധത്തിലായിരിക്കും. അതാണ് ഇവിടെ പ്രോമിസ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഹബുലായി എർത്തയിലേക്ക് തുറഫുക, ടെലിപോർട്ടിങ് ചെയ്യാന്നാണ് പറയുന്നത്. ടെലിപോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ രീതിയിൽ ചെയ്യാം. ഇമെയിലൊക്കെ തന്നെ നമ്മളുടെ നെറ്റ്വർക്ക് ഒക്കെ ഗംഭീരാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഒരു ഡോക്യുമെന്റ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് അത് അറ്റാച്ച് ചെയ്തൊക്കെ റെഡിയാക്കി നിർത്തിയതാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അപ്പുറത്തിയിട്ടുണ്ടാവും. വേണമെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് കിട്ടിയെന്നൊക്കെ വരും. പക്ഷെ അത് ഒരു സന്ദേശമാണ്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ്, അല്ലെങ്കിൽ ഒരു പിക്ചറൊക്കെയാണ് അയക്കാൻ പറ്റുന്നത്. എന്നാൽ എല്ലാ ഡയമെൻഷനും ഉള്ള ഒരു ഓബ്ജക്റ്റ്, ഒരു വസ്തു അങ്ങനെ എത്തിക്കുക എന്നുള്ളത് ഇപ്പോ എങ്ങനെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സാധിക്കും എന്നത്, പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സിന്റെ ഒക്കെ വലിയ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ആ മേഖലയിലൊക്കെ വലിയ ഗവേഷണവും, അതുപോലെ കച്ചവട വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം സാധ്യതകൾ, അതിന്റെ ഏറ്റവും വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ നോക്കുന്നതൊക്കെ വലിയ ഗവേഷണ വിഷയങ്ങളാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ഇവിടെ വേദത്തിൽ ജ്ഞാനം നൽകപ്പെട്ട ആള് പറയുന്നത് ഇങ്ങനെയാണ്: ഞാനത് താങ്കളുടെ കണ്ണ് വെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് എത്തിച്ചു തന്നേക്കാം. അപ്പോ അത് പറയലും സാധനം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അത്രയും ക്യുക്കായിട്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ അത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് തന്റെ മുന്നിൽ വെച്ചതായിട്ട് കാണപ്പെട്ടപ്പോൾ അദ്ദേഹം കാണുന്നു. ഫലമ്മാർ ആഹു, സുലൈമാൻ അലൈഹി ഇസ്ലാം അത് കാണുന്നു. മുസ്തഖിറൻ ഇൻദഹു, തന്റെ മുന്നിലായിട്ട്, തന്റെ അടുക്കലായിട്ട് അതിനെ പ്ലേസ് ചെയ്യപ്പെട്ടതായിട്ട്. മുസ്തഖിർ എന്ന് പറഞ്ഞാല് ഒരു സംഗതിയെ ഒന്ന് ഉറപ്പിച്ചു നിർത്തുക, അതാണ് മുസ്തഖിർ. ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇളക്കമില്ലാതെ, ആട്ടവും ഇളക്കവും ഇല്ലാത്ത വിധത്തിൽ അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി ഒരു പൊസിഷനിൽ നിർത്തുക, അതിനാണ് ഇസ്തഖറ എന്ന് പറയും. ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ള ആയത്താണ്. ഇതിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്കുകളൊക്കെ ഉണ്ട്. ഈ വാക്ക് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്, ആയത്തല്ല. ഈ മുസ്തഖർ എന്നുള്ള വാക്ക് നേരത്തെ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഫലമ്മ മുസ്തഖിറൻ ഇൻദഹു, ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം തന്റെ അടുക്കൽ അങ്ങനെ വളരെ ഭദ്രമായി വെച്ചത് സുലൈമാൻ അലൈഹി ഇസ്ലാം കാണാനിടയായപ്പോൾ അദ്ദേഹം എന്താ പറയുന്ന? ഖാല, അദ്ദേഹം പറയുന്നു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥന്റെ അത്യുദാരങ്ങളായ കാര്യങ്ങളിൽ പെട്ടതാണ്. എന്റെ നാഥൻ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഫദ്ലുകളിൽ പെട്ടതാണ് ഈ ഒരു സംഗതി സാധ്യമായി എന്നത്. കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് 1500 മൈലുകൾക്ക് അപ്പുറത്ത് നിന്നുള്ള ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അവിടുത്തെ കൊട്ടാര സേവകരുടെയും പാറാപ്പുകാരുടെയും സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ ഒക്കെ കണ്ണ് വെട്ടിച്ച്
അല്ലെങ്കിൽ അവരെയൊക്കെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് അത് അവിടുന്ന് സംഘടിപ്പിച്ച് ഇവിടെ എത്തിച്ചു സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. അത് കണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാം അങ്ങേയറ്റത്തെ വിനയം കാണിച്ചുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ്. ഫലമ്മ റആഹു മുസ്തഖിറൻ ഇൻദഹു, തന്റെ അടുക്കൽ അത് ഭദ്രമായി വെച്ചതായിട്ട് സുലൈമാൻ അലൈഹി ഇസ്ലാം കാണുകയുണ്ടായപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥന്റെ ഉദാരതകളിൽപ്പെട്ടതാണ്, എന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ, ഫദ്ലില്, ഔദാര്യത്തിൽ പെട്ടതാണ്. ലി യബ്ലുവനി, എന്തിനാണ് ഈ ഔദാര്യം എന്നോട് എന്റെ റബ്ബ് കാണിച്ചിരിക്കുന്നത്? എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ അഷ്കുറു അം അക്ഫുറു, ഞാന് നന്ദിയുള്ളവനായിക്കൊണ്ട് നിലകൊള്ളുമോ അതല്ല നന്ദി കെട്ടവനാകുമോ എന്നത് നോക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നൽകുന്നതിന് വേണ്ടിയാണ്. അയാൾ ഷാക്കിറാവോ അതല്ല കാഫിറാവോ എന്നത് അറിയാൻ വേണ്ടിയാണ്. ഷാക്കിർ എന്ന് പറഞ്ഞാൽ ശുക്ർ ചെയ്യുന്നവൻ, നന്ദി കാണിക്കുന്നവൻ. അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു വരുമ്പോ വെറുതെ നമ്മളുടെ കാര്യം നടക്കുക എന്നുള്ള നിലക്ക് മാത്രം ചെയ്യണതല്ല. ആ അനുഗ്രഹം കിട്ടുമ്പോൾ അള്ളാഹു നോക്കുന്നുണ്ട്, നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. എന്താണ് പരീക്ഷണം? അതാണ് ഇവിടെ സുലൈമാൻ അലൈഹി സ്വലാം പറയുന്നത്, ആ അഷ്കുറു അം അക്ഫുർ, ഞാന് നന്ദിയുള്ളവനായി മാറുമോ അതല്ല ഞാൻ നന്ദി കെട്ടവനായി മാറുമോ? അള്ളാന്റെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ രണ്ടും സാധ്യതയുണ്ട്. ആളുകൾ അള്ളാഹുവിനോട് ഏറെ നന്ദിയുള്ള കൃതജ്ഞതയോടുകൂടി അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നവരായി മാറുന്നവരുണ്ട്. അങ്ങേയറ്റത്തെ കിബറും അഹങ്കാരവും ഒക്കെ കാണിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ നന്ദികേട് കാണിക്കുന്നവരായി മാറുന്നവരുണ്ട്. വമൻ ശക്കര, ആരെങ്കിലും ശുക്ർ ചെയ്യുന്നവരായി കൃതജ്ഞതയുള്ളവരായി മാറുന്നുവെങ്കിൽ ഫൈനമാ യഷ്കുറു ലി നഫ്സി, അവൻ ആ കൃതജ്ഞത കാണിക്കുന്നത് അവന്റെ തന്നെ ഗുണത്തിനു വേണ്ടിയാണ്. അപ്പൊ ആരെങ്കിലും ശുക്ർ ചെയ്യുന്നത് അള്ളാഹ്ക്ക് എന്തെങ്കിലും ഗുണം അതുകൊണ്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ആരും ചെയ്യണ്ട. മറിച്ച് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നത് അത് അവന്റെ തന്നെ ഗുണത്തിനു വേണ്ടിയാണ്. ഫൈനമാ യഷ്കുറു ലി നഫ്സി, അത് അവന്റെ തന്നെ ആവശ്യത്തിന് വേണ്ടിയാണ്. വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ ഫൈന റബ്ബി, അങ്ങനെയാണെങ്കിൽ എന്റെ റബ്ബ് തീർച്ചയായിട്ടും ഗനിയുൻ കരീം, എല്ലാം തികഞ്ഞവനും അത്യുദാരനുമാണ് എന്റെ റബ്ബ്. നിങ്ങളുടെ ഒന്നും ഓരോ ഓശാരവും എന്റെ റബ്ബിന് ആവശ്യമില്ല എന്നാണ് സുലൈമാൻ അലൈഹി സ്വലാം പറയുന്നത്. ആർക്കെങ്കിലും അള്ളാഹു ഒരു വലിയ ഫضല് നൽകിയിട്ട് അയാൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ആ നന്ദി അള്ളാഹ്ക്കൊരു ഉപകാരമാകട്ടെ എന്ന നിലക്കാരും ചെയ്യാൻ മുതിരണ്ട. അത് അയാൾക്ക് തന്നെ ഗുണമാവും എന്ന നിലക്ക് അയാൾക്ക് തന്നെ എല്ലാ അർത്ഥത്തിലും ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അയാൾക്ക് തന്നെ ഗുണമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്റെ റബ്ബിന് നിങ്ങളെ നന്ദിയൊന്നും ആവശ്യമില്ല കൂട്ടരെ. ഇന്ന റബ്ബി ഗനിയുൻ കരീം, എന്റെ റബ്ബ് എല്ലാം തികഞ്ഞവനാണ്, ഖനിയാണ്. ഖനി എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാൻ എന്നാണ്, ഒന്നിന്റെ ഒരു കുറവില്ലാത്തവൻ എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്റെ റബ്ബ് എല്ലാം തികഞ്ഞവനാണ്, ഒന്നിന്റെയും ഒരു കുറവും അവനില്ല, അവൻ ഐശ്വര്യവാനാണ്. അതേപോലെ തന്നെ അവൻ കരീമുമാണ്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വലിയ ഔദാര്യമുള്ള അത്യുദാരനായവനാണ് എന്റെ റബ്ബ് എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ഒരു തിരിച്ചറിവോടുകൂടി ആ ഘട്ടത്തിൽ പറയുന്നത്. ആരാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ആ സിംഹാസനം തന്റെ മുന്നിൽ എത്തിച്ചു കൊടുത്തത് എന്നത് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ആ സിംഹാസനം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ കണ്ണിമ വെട്ടി തുറക്കുന്നതിന്റെ മുമ്പ് തന്നെ എത്തി. സുലൈമാൻ അലൈഹി ഇസ്ലാം കണ്ണ് തുറക്കുന്നത് തന്നെ അത് കാണുന്ന വിധത്തിലാണ്. അങ്ങനെ ഒരു നിഅമത്ത്, ഒരു ഫضല് അള്ളാഹു ചെയ്തു തന്നത് തീർച്ചയായിട്ടും എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ ശുക്ർ ചെയ്യുന്ന അടിമയാകുമോ അതല്ല നന്ദികേട് കാണിക്കുന്ന അടിമയാകുമോ എന്നതാണ് അള്ളാഹ് പരീക്ഷിക്കുന്നത്. അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് അത് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹുവിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങളുടെ തന്നെ ഗുണത്തിനു വേണ്ടിയാണ്. എന്റെ റബ്ബ് തീർച്ചയായിട്ടും ആരെങ്കിലും അത് നന്ദി കാണിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഒരു പോരായികയും ഉള്ളവനാവുകയില്ല, അവൻ അത്യുദാരനായിട്ട് നിലകൊള്ളുക തന്നെ ചെയ്യും. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.